ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നു. 25 സീറ്റുകളിലേക്കാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് അറിയിക്കുമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡോക്ടർ എം കെ മുനീറിന് സീറ്റില്ല ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. പ്രഖ്യാപിച്ച 25 സ്ഥാനാർത്ഥികളിൽ എം കെ മുനീർ ഇല്ല. 2 ഇടങ്ങളിൽ കൂടി ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. അത് പുനലൂരിലും ചേലക്കരയിലുമാണ്. ആ 2 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ലീഗ് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ചില നേരത്തെ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് ചെറിയ മാറ്റങ്ങളുണ്ട്. കോഴിക്കോട് സൗത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ് ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥി. എം കെ മുനീറിന് അവിടെ സീറ്റില്ല. മഞ്ചേശ്വരത്ത് എ കെ മഷ്റഫ് തന്നെയാണ്. കാസർഗോഡ് കലക്ടർ മൈൻ ഹാജിയാണ്. അഴീക്കോട് കരീം ചേലാരിയാണ് ഇത്തവണ ലീഗിനായി കളത്തിലിറങ്ങുക. കൂത്തുപറമ്പ് ജയന്തി രാജൻ നേരത്തെ തന്നെ പുറത്തുവന്ന പേരാണ്. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ മത്സരിക്കും. ഫാത്തിമ തഹലിയ കളത്തിലിറങ്ങുന്നത് പേരാമ്പ്രയിലാണ്. തിരുവമ്പാടിയിൽ കാസിം കൂടരഞ്ഞിയായിരിക്കും ലീഗിനായി മത്സരിക്കുക. പി കെ ഫിറോസ് കൊടുവള്ളിയിൽ പോരാട്ടത്തിനിറങ്ങും. കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ. ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഡോക്ടർ എം കെ മുനീറിന് സീറ്റില്ല. 25 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, വിവരങ്ങൾ. ഗോകുൽ കെ വേണുഗോപാൽ അല്പസമയത്തിനകം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ നൽകും. 25 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ഗുരുവായൂരിൽ CH റഷീദാണ് ലീഗ് സ്ഥാനാർത്ഥി. കളമശ്ശേരിയിൽ അഡ്വക്കേറ്റ് വി അബ്ദുൾ ഗഫൂർ കളത്തിലിറങ്ങും. മണ്ണാർക്കാട് സിറ്റിംഗ് MLA N ഷംസുദ്ദീൻ തന്നെ. തിരൂരങ്ങാടിയിൽ PMA സമീർ മത്സരിക്കും. താനൂരിൽ യുവ നേതാവ് PK നവാസാണ്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ കളത്തിലിറങ്ങും. ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 25 സീറ്റുകളിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോകുൽ. ഉന്മേഷ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 25 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. മുഴുവനായും 27 സീറ്റിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക. അതിൽ 2 മണ്ഡലങ്ങളിൽ പിന്നീടായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക. പുനലൂർ, ചേലക്കര എന്നീ മണ്ഡലങ്ങളിലായിരിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട് നടക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, എം കെ മുനീറിന് ഇക്കുറി സീറ്റില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇക്കുറി 2 വനിതകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും ദേശീയ നേതാവുമായിട്ടുള്ള ജയന്തി രാജൻ ഈ പട്ടികയിലുണ്ട്. അതോടൊപ്പം തന്നെ ഫാത്തിമ തഹലിയ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ചില മുതിർന്ന നേതാക്കൾക്ക് സീറ്റില്ല. ഓരോ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് AK മഷ്റഫ്, കാസർഗോഡ് കല്ലട്ര മൈൻ ഹാജി കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അഴീക്കോട് അബ്ദുൽ കരീം ചേലേരി കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ മത്സരിക്കും. മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവും വനിതാ നേതാവുമാണ്. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാവാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിച്ച യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഫാത്തിമ തഹലിയ. തിരുവമ്പാടിയിൽ CK കാസിം മത്സരിക്കും. കൊടുവള്ളിയിൽ PK ഫിറോസ് മത്സരിക്കുന്നു. MK മുനീർ മാറുന്ന കൊടുവള്ളിയിൽ PK ഫിറോസ് ആണ് മത്സരിക്കുന്നത്. കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ് റസാഖ് മാസ്റ്റർ, അദ്ദേഹം മത്സരിക്കും. കോഴിക്കോട് സൗത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുസ്ലിം ലീഗിന്റെ ദേശീയ ഭാരവാഹിയാണ്. വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം മത്സരിക്കുന്നു. കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഏറനാട് PK ബഷീർ തുടരും എന്നുള്ളതാണ് വാർത്ത. മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു. അദ്ദേഹം മങ്കടയിൽ മഞ്ഞളാംകുഴി അലി തുടരുകയാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം മത്സരിക്കും. വേങ്ങരയിലേക്ക് KM ഷാജി വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതു സംബന്ധിച്ച വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, അദ്ദേഹം തുടരും. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ തുടരും. താനൂരിൽ PK നവാസ്, MSFന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK നവാസിന് താനൂരിൽ നറുക്ക് വീഴുന്നിരിക്കുന്നു. തിരൂരങ്ങാടിയിൽ PMA സമീർ, ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറാണ്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. PMA സമീർ തിരൂരങ്ങാടിയിൽ മത്സരിക്കും. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ തന്നെയാണ് മണ്ണാർക്കാട് സിറ്റിംഗ് MLA, അദ്ദേഹം മണ്ണാർക്കാട് തുടരും. ഗുരുവായൂരിൽ CH റഷീദിന്റെ പേര് നേരത്തെ ഉയർന്നു വന്നിരുന്നു. കളമശ്ശേരിയിൽ അഡ്വക്കേറ്റ് വി അബ്ദുൾ ഗഫീർ. അങ്ങനെ 25 പേരുടെ പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. 2 ദിവസം നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളുമായും ജില്ലാ ഭാരവാഹികളുമായും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുമായി
പാണക്കാട് തങ്ങൾ നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 2 വനിതകൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. MK മുനീറിന് സീറ്റില്ല. വേങ്ങരയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ 2 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 2 മണ്ഡലങ്ങളിൽ നേരത്തെ കോങ്ങാടും പുനലൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസുമായി നടന്നിരുന്നു. അതിന് പകരമായി കിട്ടിയ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. പുനലൂരും ചേലക്കരയുമാണ് കോങ്ങാടിനും പകരമായി ലഭിച്ചിട്ടുള്ളത്. അവിടെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീടായിരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നടക്കുക. ഇപ്പോൾ എന്തായാലും മുസ്ലിം ലീഗിന്റെ സമുന്നതരായിട്ടുള്ള ഭാരവാഹികൾ, നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പാണക്കാട്ടെ തറവാടിന് മുന്നിലുണ്ട്. 27 സീറ്റിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക. അതിൽ 25 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഫാത്തിമ തഹ്ലിയക്കും ജയന്തി രാജനും ഉൾപ്പെടെയുള്ള 2 വനിതകൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ MK മുനീറിന് സീറ്റില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഈ താനൂരിൽ മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ബാക്കിയുള്ള കോട്ടക്കലൊക്കെ ആബിദ് ഹുസൈൻ തങ്ങൾ തുടരും. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ തുടരും. തിരൂരങ്ങാടിയിൽ PMA സമീർ ചന്ദ്രിക ദിനപത്രത്തിന്റെ ഫിനാൻസ് ഡയറക്ടറും മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമാണ്. അദ്ദേഹം തുടരും. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ തുടരും. ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരിയിൽ അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫീർ എന്നുള്ളവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്നതോടുകൂടി അടുത്ത 2 മണ്ഡലങ്ങളിൽ കൂടിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പുനലൂരും ചേലക്കരയിലുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭാരവാഹികൾ അഭിവാദം അർപ്പിച്ചിട്ടുണ്ട്. PMA സമീറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. PMA സമീർ പറഞ്ഞതുപോലെ ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറാണ്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പാണക്കാട്ടെ തറവാടിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാൽ നിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഇവിടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഞ്ചേശ്വരത്ത് AK മഷ്റഫ്, കാസർഗോഡ് കല്ലട്ടർ മൈൻ ഹാജി, അഴീക്കോട് അബ്ദുൽ കരീം ചേലേരി, ജില്ലാ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനോടകം തന്നെ അവിടെ സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട്. പാണക്കാട് തറവാട്, ആ തറവാട്ടിലേക്ക് ലീഗ് പ്രവർത്തകരുടെ ഒഴുക്കാണ്. അല്പസമയം മുൻപാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. 25 സീറ്റുകളിലേക്കാണ് ലീഗ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സീറ്റുകളിലെ പ്രഖ്യാപനം പിന്നീട് എന്ന് നേതാക്കൾ അറിയിക്കുന്നു. അതിൽ ഒന്ന് പുനലൂരാണ്, മറ്റൊന്ന് ചേലക്കരയും. ഇപ്പോൾ പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ എടുത്തുയർത്തി ആഹ്ലാദം പങ്കുവെക്കുകയാണ്. അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് പാണക്കാട് തറവാട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഡോക്ടർ MK മുനീർ ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന് സീറ്റ് നൽകിയിട്ടില്ല. ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തവണ 2 വനിതകൾ ഇടം പിടിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിൽ ഫാത്തിമ തഖലിയ അതിൽ മത്സരിക്കും. ഫാത്തിമ തഖലിയാണ് പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. മറ്റൊന്ന് ജയന്തി രാജനാണ് കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ 2 സീറ്റുകളിൽ ഇത്തവണ ലീഗിനായി വനിതകളാണ് കളത്തിലേക്ക് എത്തുക. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ 25 സീറ്റുകളിലേക്ക് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.